ബിന്ദുവിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും യൂത്ത് കോൺഗ്രസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം ഇവിടെ അവസാനിപ്പിക്കുന്നില്ല. സംസ്ഥാന വ്യാപകമായ വലിയ പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പോകുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നേതാക്കളുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെ ഇവിടെയുണ്ട്, ആശുപത്രിയിലുണ്ട്. ഇപ്പോൾ ബിന്ദുവിൻ്റെ മൃതദേഹം പുറത്തേക്ക് എത്തിക്കുകയാണ്. എവിടെയൊക്കെയാണ് പാളിച്ചകൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ്. മുഖ്യമന്ത്രി എന്താവും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. ആർക്കൊക്കെ വീഴ്ച പറ്റി എന്നുള്ള കാര്യം പരിശോധിക്കുമ്പോൾ ആർക്കൊക്കെ എതിരെ നടപടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ബിന്ദുവിൻ്റെ മൃതദേഹം ആശുപത്രിയിൽ നിന്നും പുറത്തേക്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അലി അക്ബർ ഷായുണ്ട്. അലി, നമ്മൾ അപകടമുണ്ടായെങ്കിൽ പോലും ഒരു ജീവൻ പോലും അപകടത്തിലാകരുത് എന്നുള്ള പ്രതീക്ഷയോടെയാണ് കാത്തുനിന്നത്. അതിൽ നമ്മളെ ഏറ്റവും ഞെട്ടിപ്പിച്ചതും ആ കെട്ടിടത്തിനുള്ളിൽ ഒരാൾ, ആ തകർന്നു വീണ ഭാഗത്തിനുള്ളിൽ ഒരാൾ കുടുങ്ങിക്കിടന്നു. അത് ബിന്ദു ആണെന്നുള്ള വാർത്തയാണ് നമ്മൾ ഞെട്ടലോടെ കേട്ടതും. ഇപ്പോൾ ബിന്ദുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണെന്ന് മനസ്സിലാക്കുന്നു. മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പുറത്തേക്ക് ഇറക്കി ആംബുലൻസിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ിലേക്കല്ല മറിച്ച് മുട്ടുചിറയിലെ ആശുപത്രി മോർച്ചറിയിലേക്കാണ് കൊണ്ടുപോകുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് വീട്ടിലേക്ക് കൊണ്ടുപോകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഈ ഘട്ടത്തിൽ എന്തായാലും ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ബിന്ദുവിൻ്റെ മൃതദേഹം മുട്ടുചിറയിലെ ആശുപത്രി മോർച്ചറിയിലേക്ക് കൊണ്ടുപോകും. ഇന്ന് മോർച്ചറിയിൽ സൂക്ഷിക്കും. നാളെ രാവിലെ ബിന്ദുവിൻ്റെ മൃതദേഹം ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്ന വിവരവുമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ എന്തായാലും വലിയൊരു ജനക്കൂട്ടം ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. ഇതിൽ ഈ പ്രദേശവാസികളുണ്ട്, ജനപ്രതിനിധികളുണ്ട്, രാഷ്ട്രീയ പാർട്ടി നേതാക്കളുണ്ട്, ബന്ധുക്കളുമുണ്ട്. വലിയൊരു ജനക്കൂട്ടം ഇവിടെ ഈ ഘട്ടത്തിൽ തടിച്ചുകൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഗുരുതരമായ അനാസ്ഥ, അത് ബിന്ദുവിന്റെ മരണത്തിലേക്ക് നയിച്ചതിൽ ഗുരുതരമായ അനാസ്ഥ വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് സർക്കാരിന്റെ ആരോഗ്യ മന്ത്രിയുടെ പ്രസ്താവനയിൽ നിന്നായാലും ശരി, അത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പുറത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷ സംഘടനകളൊക്കെ കടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും.